ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് പിന്നെ ഇന്ന് കായിട്ടങ്ങ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ആവൂലി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല ഭയങ്കര ടേസ്റ്റുള്ളൊരു ഫിഷ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫിഷ് മോളി ട്രൈ ചെയ്യുന്നത്. കുറച്ചെടുത്ത് ഫ്രൈയും ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് കുറച്ച് പങ്ക് ഹസ്ബൻഡ് അപ്പനും അമ്മയ്ക്കും പിന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെ കൊടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു ഞാൻ ഈ കുക്കിംഗ് പരിപാടികളിലോട്ട് കടന്നത് ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ തേങ്ങാപ്പാലൊക്കെ ഞാൻ ഈ തിരുകാൻ വേണ്ടിയിട്ട് മടിച്ച് തേങ്ങാപ്പാലിൻ്റെ പൗഡറൊക്കെയാണ് കേട്ടോ മേടിച്ചത്. നമ്മുടെ ഫിഷ് മോളിയുടെ വിശേഷം പറയുന്നതിന് മുന്നേ നമ്മുടെ മീനാക്ഷിയുടെ വിശേഷം കണ്ടോ? എൻ്റെ കുട്ടി ഈ വീടിനെയൊക്കെ അങ്ങ് മറിച്ച് വെക്കുക കേട്ടോ. വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പം തന്നെ ഇവിടെ എല്ലാം ഒരു ഗതിയാക്കിയിടും. അതിന് ശേഷവും അവൾക്ക് റെസ്റ്റില്ലാത്ത ഓട്ടമാണ് ഗൈസ് എൻ്റെ കുട്ടിക്ക്. ഇവിടുത്തെ അടങ്ങിയിരിക്കുന്ന ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പനിയാണെങ്കിൽ പോലും ഇങ്ങനെ മീനമ്മയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബഹളം വെച്ച് കളിച്ചിരിച്ചൊക്കെ നടക്കണം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് മുന്നേ മോളും കൂടെ ബോൾ കളിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഈ അലമാരയ്ക്കകത്ത് എന്തോ സാധനം ഇരിക്കുന്നത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നതാണ്. അലമാര തുറക്കാൻ പറ്റുന്നില്ല. അതിന് അവളുടെ ബുദ്ധി പ്രയോഗിച്ച് അവൾ പല രീതിയിൽ ട്രൈ ചെയ്യാനായിട്ടോ. കസേര ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് അലമാര തുറക്കുന്നു. ലാസ്റ്റ് അവൾ വന്ന് വീഴുമെന്ന് തന്നെ എനിക്ക് പേടിയായിപ്പോയി കേട്ടോ. അവസാനം ഞാൻ അവിടെ നിന്ന് അവളെ പൊക്കിക്കൊണ്ടായിരുന്നു പോയിരുന്നത്. ഇപ്പോൾ കുഞ്ഞിനെ പ്ലേ സ്കൂളിലൊക്കെ വിടാൻ നേരത്ത് എന്തായിരിക്കും എന്നുള്ളൊരു പേടിയുള്ളൂ കേട്ടോ. ഈ കുട്ടികളുടെ കൂടെയൊക്കെ കുരുത്തൊക്കെ എടുക്കുക കാണിച്ചേ. ഓക്കെ, എന്തായാലും അത് വിട. നമ്മളെ ഫിഷ് ഫ്രൈ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ഫിഷ് മാത്രം ഞാൻ ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കേട്ടോ. ഷാലോ ഫ്രൈ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്തില്ല, കുറച്ച് മാത്രം ഫ്രൈ ചെയ്തിട്ട് ഓണിയനൊക്കെ കട്ട് ചെയ്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ അത് യൂസ് ചെയ്തില്ല. ഇഞ്ചി വെളുത്തുള്ളി ആ കഷ്ണം തന്നെ നമ്മൾ ഒറിജിനൽ ഇഞ്ചി വെളുത്തുള്ളി തന്നെ കട്ട് ചെയ്ത് വറുത്തെടുക്കുമായിരുന്നു. കാരണം എനിക്ക് തോന്നിയത് അതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത്യാവശ്യ ഘട്ടങ്ങൾ യൂസ് ചെയ്യാനായിരിക്കും നല്ലത് കേട്ടോ. ഈ ടൈം ഇല്ലാണ്ട് ഹറിബറിയായിട്ട് നിൽക്കുന്നില്ലേ ആ സമയത്ത്. അങ്ങനത്തെ നമ്മുടെ കുക്കിംഗ് പരിപാടികൾ ഭയങ്കര കിടിലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ അൺസൈക്കബിൾ. ഇത് ഞാൻ ഷാലോ ഫ്രൈ ചെയ്ത ഫിഷ് എടുത്ത് അതിലോട്ട് ഇട്ട് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ വഴറ്റി, മുളക് പൊടി അധികം ഇട്ടില്ല, അതിന് പകരം പച്ചമുളകും കുരുമുളക് പൊടിയും ഒക്കെയാണ് ഞാൻ ഇട്ട് വഴറ്റിയേക്കുന്നത്. കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് തേങ്ങാപ്പാൽ നല്ല കുറുക്കി ഒഴിച്ചു, കുറച്ച് ലൂസായിട്ട് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തതാണ് കേട്ടോ ആ ഫിഷ് മോളി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ദോശയും കൂടി ഉണ്ടാക്കി. ദോശയും ഫിഷ് മോളിയും ഞാൻ ഫസ്റ്റായിട്ട് കഴിക്കാൻ കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ. ഞാൻ കടയിൽ നിന്നൊക്കെ ഫിഷ് മോളി അപ്പമായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് ഫസ്റ്റ് ടൈം എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഫിഷ് മോളി. മെയിൻ തിങ് എന്ന് പറയുന്നത് എൻ്റെ ഇച്ഛാണ് ഈ ഫിഷ് മോളി പോലുള്ള ഐറ്റംസ് ഒന്നും വലിയ താല്പര്യമില്ല. നമ്മുടെ നാടൻ ഫിഷ് കറിക്കാണ് കേട്ടോ താല്പര്യം. അപ്പോൾ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് വേണ്ട എനിക്ക് ഫ്രൈ ചെയ്താൽ മതി, എല്ലാം അങ്ങെടുത്ത് ഫ്രൈ ചെയ്താൽ മതിയായിരുന്നു, ഫിഷ് വേസ്റ്റ് ആവും, ഇതാണെന്നൊക്കെ പറഞ്ഞിരുന്നാലും സർപ്രൈസ് എന്നതുപോലെ അദ്ദേഹം ഫുള്ള് കഴിച്ചു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീണ്ടും ഉണ്ടോ എന്ന് ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അത്ര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ എന്നെ സ്വയമായി പൊക്കി പറയുന്നതല്ല ഗൈസ്, സീരിയസ്ലി ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ ഫിഷ് മോളി എന്ന് പറയുന്നത്. നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫിഷ് മോളിയുടെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇടാവേ, ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ ഇടാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ആ സൈഡിലിരിക്കുന്ന ഉള്ളിയുടെ തോടൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അതൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് ഒന്ന് ഫ്രഷായി മീൻസ് കുളിക്കണം കേട്ടോ. ഞാൻ ഓഫീസിൽ നിന്ന് വന്നുകൊണ്ട് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കുളിച്ചിട്ട് വേണം എനിക്കിനി ഫുഡ് കിടിലായിട്ട് സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫുഡ് അടിയാണ് ഗൈസ്. അങ്ങനെ ഇച്ചാനും മീനമ്മയ്ക്കും ഞാൻ എടുത്ത് ഫുഡ് കൊടുത്തായിരുന്നു. അവർക്ക് ഫുഡ് കൊടുത്തിട്ടാട്ടോ ഞാൻ കുളിക്കാൻ പോയത്. അവർക്ക് ഭയങ്കരമായിട്ട് വിശക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നേ, അതുകൊണ്ടാട്ടോ ഞാൻ കൊടുത്തത്. എനിക്കാണെങ്കിൽ കുളിച്ചിട്ടിരിക്കാണ്ട് ഫുഡ് കഴിക്കാനും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും അവർക്ക് ഫുഡ് കൊടുത്തിട്ട് നേരെ പോയി കുളിച്ചിട്ട് വന്നു. എന്നിട്ടാണ് ഗൈസ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ, ഇറ്റ് വാസ് വെരി 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 ടേസ്റ്റി ഫിഷ് മോളി. ഇനിയും ഇതുപോലുള്ള ഫിഷ് കിട്ടുവാണെങ്കിൽ ഞാൻ ഇനിയും ഫിഷ് മോളി ഉണ്ടാക്കും ഗൈസ്. ബിക്കോസ് ഇറ്റ് വാസ് വെരി ടേസ്റ്റി. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൾ പോലും അത് നന്നായിട്ട് കഴിച്ചു കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു.
സീരിയസ്ലി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എനിവേസ് ബൈ.